ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മുന്നമേ തന്നെ പുൽക്കൂടിൽ മനുഷ്യജാതിക്ക് വേണ്ടി അവതരിച്ച ലോകരക്ഷകന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഊത്തുലഞ്ഞ് പുതുമയാർന്ന ഒരു പുതുവത്സരവും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ ആചാരമനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ജന്മപ്പെരുന്നാളിലെ തീജ്വാല ശുശ്രൂഷയാണ്. തീജ്വാല ശുശ്രൂഷയ്ക്ക് ഒരു പ്രാധാന്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അഗ്നി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നതാണ്. പഞ്ചഭൂതങ്ങൾ മറ്റു നാലും മറ്റുള്ളവരിൽ നിന്ന് അശുദ്ധി പ്രാപിക്കാം. പക്ഷേ അഗ്നിയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, അഗ്നി തന്നോടെടുക്കുന്ന സർവത്തെയും ശുദ്ധീകരിച്ചിരിക്കും. അതൊരിക്കലും അശുദ്ധമാകുകയുമില്ല. മറ്റുള്ളവയെ ശുദ്ധീകരിക്കുന്നതുമാണ് അഗ്നി. ആ അഗ്നി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നത്, എല്ലാ മതക്കാർക്കും അത് പ്രാധാന്യം അർഹിക്കുന്നതാണ്. അഗ്നിക്കുള്ളതായ പ്രത്യേകത നമുക്കറിയാം. അഗ്നി എന്ന് പറയുമ്പോൾ, തീജ്വാല എന്ന് പറയുമ്പോൾ അതിന് 3 ഭാവങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ജ്വാല. 2, അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അതുപോലെ തന്നെ പ്രകാശം. അപ്പോൾ 2 എണ്ണമായി. 3-ാമത്തെ ഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ചൂടാണ്. പരിശുദ്ധ തൃത്വത്തെ ഈ 3-മായിട്ട് നമുക്ക് വേറൊന്നും ഉപമിക്കാൻ ഒക്കുകയില്ലാത്ത ദൈവത്തെ, എന്നാലും ഈ 3 ഭാവങ്ങളോട് നമുക്ക് ഉപമിക്കാം. ഒന്ന്, പിതാവാം ദൈവം ആ ദൈവത്വത്തിൻ്റെ കേന്ദ്രബിന്ദു, വചനമായ ദൈവം, ശബ്ദമായ വചനമായ ദൈവം, പ്രകാശമായ ദൈവം പുത്രൻ തമ്പുരാൻ. അതുപോലെ തന്നെ ജ്വാല, ചൂടാവുന്ന പരിശുദ്ധ റൂഹ, അഗ്നിജ്വാലകളുടെ നാവുകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ റൂഹ. ഇത് 3. ഈ 3 പല ഭാവങ്ങളിൽ കാണുന്നെങ്കിലും 3 ദൈവമല്ല. 3 തീ ഇല്ലല്ലോ, ഒരു തീയല്ലേ ഉള്ളൂ. ഒരു തീക്കാണ് ഈ 3 ഭാവങ്ങൾ ഉള്ളത്. ആ 2-ാമത്തെ ഭാവത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ് കന്യകയുടെ ഉയരത്തിൽ ഉണ്ടായതും അതുപോലെ തന്നെ കല്ലടാവിൽ ജനിച്ചതും. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. പ്രത്യക്ഷീകരണം എന്ന് പറയുമ്പോൾ സംശയം തോന്നുന്ന വാക്കിൽ, ഈ മലയാളം നിഘണ്ടുവിനകത്ത് അതിന് പറയുന്ന ആവിർഭാവമെന്ന, അവതരിക്കലുമല്ല, ആവിർഭാവം. പുത്രൻ അവിടെ ആവിർഭവിക്കുകയാണ്. ഉൽപ്പത്തി 18-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, 3 പുരുഷന്മാർ അബ്രഹാം പിതാവിൻ്റെ കൂടാരത്തിൻ്റെ അടുത്തുകൂടെ പോയി. ആ 3 പുരുഷന്മാർ യഹോവയായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവിടെ പ്രത്യക്ഷീകരിച്ചു എന്നതിൻ്റെ അർത്ഥം ദൈവം അവിടെ കൊണ്ട് അവസാനിച്ചു എന്നല്ല. ഈ അണ്ടകടാഹങ്ങൾ, താൻ സൃഷ്ടിച്ചിട്ടുള്ള സർവ്വം നമ്മൾ കണ്ടെത്താത്തതുപോലെ ഉണ്ട്. പലതും ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി സൗരയൂഥങ്ങളൊക്കെ ഉണ്ട്. അവയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം സർവത്തെടുത്തുകൊണ്ട്, അതേസമയം ആ ദൈവം അബ്രഹാം പിതാവിൻ്റെ ആ കൂടാരത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, കന്യയുടെ ഉയരത്തിൽ പ്രത്യക്ഷപ്പെട്ടു, കല്ലടാവിൽ നമുക്കായി ഭൂജാതം ചെയ്തു. ആ ഭൂജാതം ചെയ്ത ദൈവം മനുഷ്യന്റെ പാപങ്ങൾ മായ്ക്കാണ്. ഉൽപ്പത്തി 3:15 പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ആ തല തകർക്കുവാനുള്ളവൻ വന്നതാണ് ഈ ജന്മപ്പെരുന്നാളിന്റെ സവിശേഷത. 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറയുന്നത്, സർപ്പത്തിന്റെ സന്തതി സ്ത്രീയുടെ സന്തതിയുടെ കുതികാലും തകർക്കും. അതിന് വിധേയപ്പെട്ടു കൊടുക്കരുത്. ദൈവം തമ്പുരാൻ നമ്മുടെ പാവം മായ്ക്കാൻ ഇത്രയും സമയമൊന്നും വേണ്ട. പക്ഷേ പാവം മായ്ക്കൽ മാത്രമല്ല, എങ്ങനെ പാവം മായ്ച്ച് മനുഷ്യൻ ജീവിക്കണം എന്ന് 33 വർഷം നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. നമുക്ക് പറഞ്ഞു തന്നതായ പാഠം ദൈവം തമ്പുരാന്റെ കൃപയാൽ നമ്മിൽ ഉണ്ടാവട്ടെ. നമ്മിൽ നഷ്ടപ്പെട്ടു പോകരുത്. സർപ്പത്തിന്റെ സന്തതി മനുഷ്യന്റെ തതിയാൽ തകർക്കാൻ ഇടവരരുത്. അതിനിടവരായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വാക്ക് ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും.